കേരളത്തിൽ സെൻട്രൽ ലേബർ കോഡ് ആപ്ലിക്കബിൾ ആണോ, നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇല്ല എന്നതാണ് അതിന്റെ ആൻസർ. ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കമ്പനീസിന് അത് ബുദ്ധിമുട്ടായി മാറുന്നതും ഇപ്പോൾ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക്, വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അതൊരു ഡിഫൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. കാരണം നമുക്ക് കോറോ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് നോക്കിയാൽ അറിയാൻ സാധിക്കും. അതിൽ പ്രത്യേകിച്ച് കമ്പനി പറയുന്ന ഡിഫൻസ് എന്നത് അവിടെ സെൻട്രൽ ലേബർ കോഡ് നമുക്കിവിടെ ആപ്ലിക്കബിൾ ആണ്, അതാണ് അവരവിടെ ഉപയോഗിച്ചതെന്നതാണ്. അതിന്റെ വാസ്തവം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സെൻട്രൽ ലേബർ കോഡ് ആപ്ലിക്കബിൾ അല്ല. നോട്ടിഫിക്കേഷൻ പ്രകാരം ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് അത് ആപ്ലിക്കബിൾ ആക്കിയിട്ടുമില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ നമുക്ക് ഈ കോറോ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് നോക്കാം. അവിടുത്തെ ലീഗൽ ഇഷ്യൂസ്, പല ലേബർ ലോസിന്റെയും വയലേഷൻസ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 സെക്ഷൻ 25F പ്രകാരം 1 മാസത്തെ മുൻകൂർ നോട്ടീസ് ജീവനക്കാർക്ക് കൊടുക്കണമെന്നാണ്. അതുമായി ബന്ധപ്പെട്ട് വിവിധ തർക്കങ്ങളുണ്ട്. അതല്ലെങ്കിൽ 1 മാസം ശമ്പളം കൊടുക്കണമെന്നാണ് അതിലുള്ളത്. അപ്പോൾ ഇവിടെ 3 മാസത്തെ ശമ്പളം കൊടുത്തു എന്ന് കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. അടുത്തൊരു പ്രൊവിഷൻ വരുന്നത് ലാസ്റ്റ് കം ഫസ്റ്റ് ഗോ എന്നതാണ്. അവസാനം ആരാണോ വന്നത് അവരാണ് ആദ്യം പോവേണ്ടത്. അപ്പോൾ ഇവിടെ അങ്ങനെ സീനിയോറിറ്റിയും അവർ ആ കമ്പനി പാലിച്ചിട്ടില്ല എന്നതാണ്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന സർക്കാരിനെയും ലേബർ ഡിപ്പാർട്ട്മെന്റിനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടെ കമ്പനി ചെയ്തിരിക്കുന്നത്. കാരണം ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ മധ്യസ്ഥതയിൽ അവിടെ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അവര് ആ സമയം ഈ ചർച്ച നടക്കുന്ന സമയം പിരിച്ചുവിടാൻ പാടില്ല എന്ന ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റേറ്റസ് കോയും, അതായത് തൽസ്ഥിതി തുടരുക, അവരിപ്പോൾ കമ്പനിയിലെ ജീവനക്കാരാണ്, അത് തുടരുക. ചർച്ചയ്ക്ക് ശേഷം ഒരു അന്തിമ വിധി ലേബർ ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിക്കുന്നതായിരിക്കും എന്നതുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും കമ്പനി വിലക്കെടുക്കാതെയാണ് ഈ ഒരു കാര്യം കമ്പനി ചെയ്തിരിക്കുന്നത്. ഇത്രയും ജീവനക്കാരെ, 800-ലധികം ജീവനക്കാരെ ആ കമ്പനിക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട, അവരുടെ ജീവിതം തന്നെ മാറ്റിവെച്ച അത്രയും ജീവനക്കാരുടെ ആ ഒരു വേദന കാണാതെ ആ കമ്പനിയിലോട്ട് കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ പുറത്തു നിർത്തിയിരുന്നത്. അപ്പോൾ നമുക്കറിയാം, പല സംഘടനകളും ഇടപെട്ടാണ് അവർക്കകത്തോട്ട് പോകാനും പല അത്യാവശ്യ കാര്യങ്ങൾ വരെ നിർവഹിക്കാനായിട്ട് സാധിച്ചത്. അത്രമാത്രം ഒരു ക്രൂരതയിലോട്ടാണ് ഈ ഒരു സാഹചര്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തുടക്കമാണ്. കാരണം ലേബർ കോഡ് ഇവിടെ ആപ്ലിക്കബിൾ അല്ലാത്ത സാഹചര്യങ്ങളിലും നടപ്പിലാക്കാത്ത സാഹചര്യങ്ങളിലും ഇങ്ങനെയാണെങ്കിൽ നടപ്പിലാക്കിയാൽ എന്താണ് സാഹചര്യമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അത് നടപ്പിലാക്കരുത് എന്നതാണ് വാസ്തവം. സെൻട്രൽ ലേബർ കോഡ് ഇവിടെ നടപ്പിലാക്കാതിരിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ യുവാക്കൾക്ക് ഏറ്റവും ഉചിതമായ കാര്യം, അവരുടെ ഭാവിക്ക് ഏറ്റവും ഉചിതമായ കാര്യം. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആവർത്തിച്ച് പറയുന്ന കാര്യമാണല്ലോ നമ്മുടെ യുവാക്കൾ ഫോറിൻ കൺട്രീസിലോട്ട് പോകുന്നു എന്ന ആ ഒരു കാര്യം. അപ്പോൾ അവർ ഫോറിൻ കൺട്രീസിലോട്ട് പോവാതിരിക്കണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നല്ല ജോബ് സെക്യൂരിറ്റി ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത്, നമ്മുടെ യുവാക്കൾക്ക്, ജീവനക്കാർക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് ഫേവറായിട്ടുള്ള ലേബർ ലോസും ലേബർ സിസ്റ്റവും ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക്, യുവാക്കൾക്ക് ഇവിടെ ജോലി ചെയ്യേണ്ട സാഹചര്യം, യുവാക്കൾക്ക് ഇവിടെ ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ശബ്ദമുയർത്തുക. അടുത്ത പ്രധാനപ്പെട്ട ന്യൂസ്, നമുക്ക് ലീഗൽ പ്രൊവിഷൻസ് പറയാൻ പറ്റിയ ന്യൂസ് എന്നത് പത്തനംതിട്ടയിൽ 13 വയസ്സുകാരി വ്യാജ പരാതി കൊടുത്ത കാര്യം. ഈ ഒരു ന്യൂസ് വന്നപ്പോൾ, ഈ ഒരു പീഡന ആരോപണം വന്നപ്പോൾ നാം എല്ലാവരും ഒരു ഞെട്ടിയ സംഭവമാണ്. കേരളത്തിൽ സംഭവിക്കുമോ എന്ന് ഓർത്ത് ഞെട്ടിയ ആ ഒരു സംഭവം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം വന്നപ്പോഴും പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് വ്യക്തമായത് ഇതൊരു കള്ളക്കേസാണെന്നത്. പ്രത്യേകിച്ച് പോലീസിന് മൊഴിയെടുക്കുമ്പോൾ വ്യക്തമായി അറിയുവാനാ സാധിക്കും. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ മൊഴിയിൽ വരുമ്പോൾ തന്നെ പോലീസിന്റെ എക്സ്പീരിയൻസിൽ അത് വ്യക്തത വരും. പക്ഷേ ഇവിടെ നിരപരാധികളായ 10ഓളം പേർ 1-2 ദിവസം വളരെ നരകയാതന അനുഭവിച്ചു എന്നതാണ്. പോലീസ് ഈ കുഞ്ഞുങ്ങളെ, 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ വളരെ മാനസികമായി വളരെ പീഡിപ്പിച്ചു. അവരുടെ കോളറിൽ പിടിച്ചു പൊക്കിയെന്നാണ് കേട്ടത്. അപ്രകാരം ആ രീതിയിൽ കുഞ്ഞുങ്ങളോട് പെരുമാറി എന്നതാണ്. ഒരിക്കലും അങ്ങനെ പെരുമാറാൻ പാടില്ല. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ഒഫൻസ് വന്നാലും അത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ വരേണ്ടത്.
ജുവനൈൽ ജസ്റ്റിസ് ബോർഡുമായി ബന്ധപ്പെട്ട പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അവരാണ് ഇവരുടെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത്. പോലീസിനും കോടതിക്കും ഈ ജുവനൈൽസിന്റെ കുഞ്ഞുങ്ങൾ ബന്ധപ്പെട്ടുള്ള ആ ഒരു ശിക്ഷയുടെ കാര്യങ്ങളിലും ആ ഒരു കുറ്റകൃത്യങ്ങളുടെ കാര്യങ്ങളിലും ഇടപെടുന്നത് പരിമിതികളുണ്ട് എന്നതാണ് വാസ്തവം. ഇവിടെ നാം ഈ ഒരു കേസ് വിശദമായി പരിശോധിക്കുമ്പോൾ ഇവിടെ ഉണ്ടായ കാര്യമെന്നത് വളരെ ആ ഒരു പ്രണയ നൈരാശ്യവുമായി ബന്ധപ്പെട്ടാണ് ഈ വിദ്യാർത്ഥി, ഈ 13 വയസ്സായ പെൺകുട്ടി ഇവർക്കെതിരെ ഈ ഒരു വ്യാജ പരാതി കൊടുത്തതെന്നാണ് അറിയുവാനായി സാധിക്കുന്നത്. വളരെ വിഷമകരമായ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. കാരണം ഈ 10 പേരുടെ കാര്യം, അതിൽ കുഞ്ഞുങ്ങളുണ്ട്. 20 വയസ്സായ ഒരു യുവാവ്, ആ യുവാവായിട്ടില്ല, ആ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ എന്നതും അദ്ദേഹം ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നാണ് അറിയുവാനായി സാധിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുണ്ടായ മാനസിക വ്യത എന്നത് വളരെ അധികമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇത് ഒരിക്കലും സംഭവിക്കാനായി പാടില്ലാത്തതാണ്. കേസിൻ്റെ നിജസ്ഥിതികൾ അറിയുക, അത് മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം തുടർന്നുള്ള ചോദ്യം ചെയ്യലും ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സും നടത്താൻ പാടുള്ളൂ എന്നതാണ്. ഇവിടെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് വ്യാജ പരാതി കൊടുക്കുന്നവർക്ക് പോക്സോ കേസ് എന്നത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അത് തടയുക എന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ആ ഒരു ലോയാണ് ഈ പോക്സോ കേസ്. അപ്പോൾ പോക്സോ കേസ് സെക്ഷൻ 22-ൽ ഈ വ്യാജ പരാതി കൊടുക്കുന്നവർക്കുള്ള ശിക്ഷ പറയുന്നുണ്ട്. 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. പക്ഷേ ഇവിടെ ഒരു ജുവനൈലായതുകൊണ്ട് 13 വയസ്സ് മാത്രമുള്ള ആ ഒരു ബാലിക ആയതുകൊണ്ടാണ് ഇവിടെ ആ ഒരു ശിക്ഷ കൊടുക്കാൻ സാധിക്കില്ല എന്നത് സെക്ഷൻ 22 ക്ലോസ് 2-ൽ വ്യക്തമായി പറയും. സുപ്രീം കോടതിയും നമ്മുടെ കേരളത്തിലെ വിവിധ ഹൈക്കോടതികളും നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വ്യാജ പരാതികൾ കൊടുക്കുന്നത്. പലർക്കും പല വെഞ്ചൻസ്, പല വൈരാഗ്യം തീർക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ പോക്സോ കേസ് വരുന്നത്. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്നത് ഇതിൽ വരുന്നത് വിക്ടിം, ഇരകളായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോ പരമായിട്ട് പോകുമ്പോൾ കൺസെൻറ്റ് അവർക്ക് ആവശ്യമില്ല എന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ബെയിൽ കിട്ടാൻ വരെ വളരെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം വരാറുണ്ട്. അങ്ങനെ ബെയിൽ അങ്ങനെ ഹൈക്കോടതി വരെ ബെയിൽ അങ്ങനെ നോർമൽ സിറ്റുവേഷൻസിൽ കൊടുക്കാറില്ല. ആ ഒരു സാഹചര്യം വരുമ്പോൾ നിരവധി പേർ, പ്രത്യേകിച്ച് 80% മേളിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന പോക്സോ കേസുകൾ വ്യാജ കേസ് എന്നാണ് റിപ്പോർട്ടുള്ളത്. അപ്രകാരം ഇതൊരു ടൂളായിട്ട്, ഈ വെഞ്ചൻസ് തീർക്കുവാനുള്ളൊരു ടൂളായിട്ട് ഈ പോക്സോ കേസുകൾ ഉപയോഗിക്കുന്നു എന്ന വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ദയവായി ആരും വൈരാഗ്യം തീർക്കുവാനായി ഈ പോക്സോ കേസ് പോലത്തെ കേസുകൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം ശരിക്കുമുള്ള വിക്ടിംസിനായിരിക്കും ഭാവിയിൽ ഇത് നീതി ലഭിക്കാതെ പോകുന്നത്. അത് ശ്രദ്ധിക്കുക.